അങ്ങനെ മന്ത്രിമന്ദിരത്തിൽ വെച്ചിട്ട് വിവാഹം നടക്കുന്നു. ടി വി തോമസാണ് ക്ഷണിച്ചതെങ്കിലും ഉപചാരപൂർവ്വം എന്ന് പറഞ്ഞ് അതിന്റെ അടിയിൽ ഒപ്പുവെച്ചത് പാർട്ടി സെക്രട്ടറി എം എൻ ഗോവിന്ദൻ നായർ കൂടിയായിരുന്നു. ആ വിവാഹം നടന്നു. ഈ രണ്ട് മന്ത്രിമാർക്കും തൊട്ടടുത്തുള്ള വീടുകളാണ് അനുവദിച്ചത്. വഴുതക്കാട്ടെ സാനടുവില് ഗൗരിയമ്മ, തൊട്ടപ്പുറത്ത് റോസ് ഹൗസിലെ ടി വി തോമസ്. രണ്ടും രണ്ടായിട്ടാണ് താമസിച്ചത്. അതിന് നടുവിലൊരു ചെറിയ വിക്കറ്റ് ഗേറ്റ്, ഒരു കിളിവാതിൽ ഉണ്ടായിരുന്നു. ഇവരുടെ പ്രണയത്തിന്റെ നിത്യസ്മാരകമായിട്ട് ആ വിക്കറ്റ് ഗേറ്റ് ഇപ്പോഴും അവിടെയുണ്ട്. രാവിലെ 2 കാറുകളിൽ 2 മന്ത്രിമാര് സെക്രട്ടേറിയറ്റിലേക്ക് പോകും. അതിനുശേഷം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് ഒന്നിച്ചു വരും. അങ്ങനെയായിരുന്നു രീതി. 1964 പാർട്ടി പിളർന്നതിനെ തുടർന്ന് ഈ ബന്ധം ശിഥിലമാകാൻ തുടങ്ങി. കാരണം പാർട്ടിയുടെ ഇടപെടല. ഗൗരിയമ്മ CPM-ന്റെ ഭാഗത്തായിരുന്നു. CPI-യിൽ നിന്ന് ഇറങ്ങിപ്പോയി പുതിയ പാർട്ടി രൂപവൽക്കരിച്ച CPM. അതേസമയം ടി വി തോമസ് ആകട്ടെ CPI-ക്കൊപ്പം ഉറച്ചു നിന്നു. ഈ വ്യത്യാസം രാഷ്ട്രീയമായി 2 ധ്രുവങ്ങളിൽ 2 പേർ നിൽക്കുന്ന അവസ്ഥ അവരെ വലിയ തോതിൽ അകറ്റുകയാണ് ചെയ്തത്. പിന്നീട് അവർക്ക് സംസാരിക്കാൻ പോലുള്ള അവസരങ്ങൾ പാർട്ടി കൊടുത്തിട്ടില്ല. 67-ലെ മന്ത്രിസഭയില് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് 2 പേരും ഒരു കാറിലാണ് ആലപ്പുഴയിൽ നിന്ന് വന്നത് എന്ന് ഗൗരിയമ്മ പിന്നീട് അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ബന്ധം അങ്ങനെ തുടരാൻ പാർട്ടി അനുവദിച്ചില്ല. ജീവിതത്തിന്റെ അവസാന കാലത്ത് ടി വി തോമസ് ബോംബെയിലെ ടാറ്റ ആശുപത്രിയിൽ അർബുദബാധിതനായി ചികിത്സയിൽ കഴിയുമ്പോൾ ഗൗരിയമ്മ പാർട്ടിയോട് അപേക്ഷിച്ചു, എനിക്ക് ആശുപത്രിയിൽ പോയി എന്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കാനും പരിചരിക്കാനുമുള്ള അനുവാദം തരണമെന്ന്. പക്ഷെ അന്ന് 2 പേരും 2 പാർട്ടിയിലാണ്, 2 ധ്രുവങ്ങളിലാണ്. പാർട്ടി അതിന് അനുമതി കൊടുത്തില്ല. ഏറ്റവും അവസാനം വീണ്ടും അപേക്ഷിച്ചപ്പോൾ പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് 2 ആഴ്ച സമയം ഭർത്താവിനെ പരിചരിക്കുന്നതിന്, അർബുദബാധിതനായി ചികിത്സയിൽ കഴിയുന്ന ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിന് പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് 2 ആഴ്ചത്തെ സമയം അനുവദിച്ചു. ഭാര്യയും ഭർത്താവും ഒരു കുടുംബം, അകൽച്ച ഉണ്ടായിരുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ അന്തിമ നിമിഷങ്ങളില് ടി വി തോമസ് മരണാസന്നനായി കിടക്കുമ്പോൾ ഒന്ന് ശുശ്രൂഷിക്കുന്നതിന്, പരിചരിക്കുന്നതിന് പാർട്ടി വളരെ ആലോചിച്ചതിന് ശേഷം 2 ആഴ്ചത്തെ സമയമാണ് അനുവദിക്കുന്നത്. ഗൗരിയമ്മ ആശുപത്രിയിൽ പോയി 2 ആഴ്ച അദ്ദേഹത്തോടൊപ്പം നിന്നു. തോമസിന് വലിയ സന്തോഷമായി. പക്ഷെ 2 ആഴ്ചത്തെ ഈ കാലാവധി കഴിഞ്ഞപ്പോ ഈ പരോളിലൊക്കെ ആളുകൾ പോയിട്ട് ആ തീയതി പൂർത്തിയാകുമ്പോൾ തിരിച്ചു വരണമല്ലോ. അതുപോലെ 2 ആഴ്ചത്തേക്ക് പാർട്ടി കനിഞ്ഞു നൽകിയ ആ സമയം കഴിഞ്ഞപ്പോ അവർക്ക് തിരിച്ചു പോരേണ്ടി വന്നു. ഗൗരിയമ്മ അതിനെക്കുറിച്ച് അനുസ്മരിച്ചിട്ടുണ്ട്. അവര് തിരിച്ചു പോരുമ്പോൾ ടി വി തോമസ് കരയുകയായിരുന്നു. പക്ഷെ എനിക്ക് കരയാൻ തോന്നിയില്ല എന്നാണ് ആ സന്ദർഭത്തെ കുറിച്ച് ഗൗരിയമ്മ പിന്നീട് പറഞ്ഞത്.